ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ബ്രോസ്റ്റാണിത്. തയ്യാറാക്കി തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം 1.5 കപ്പ് പാലെടുക്കാം. നമ്മളിവിടെ ബട്ടർ മിൽക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 1.5 കപ്പ് പാലിലോട്ട് 1 സ്പൂൺ വിനാഗിർ അഥവാ സുർക്ക ഒഴിച്ച് ഒരു 10 മിനിറ്റ് അങ്ങ് അടച്ചു വെക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് നമ്മുടെ ബട്ടർ മിൽക്ക് റെഡിയാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അങ്ങനെ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് നല്ലോണം ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് 2 സ്പൂൺ പെപ്പർ പൗഡർ അഥവാ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഗാർലിക് പേസ്റ്റ് വേണം. ജിഞ്ചർ എടുക്കരുത്, ഗാർലിക് മാത്രമേ മതി. വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിന് ശേഷം നമുക്കിതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് വേണ്ടത്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിതിലോട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ വേണം. അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ എല്ലാത്തിലും ഉപ്പ് വരുന്നുണ്ട്, അത് നന്നായി ശ്രദ്ധിക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ വിനാഗിർ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ട ഒട്ടുമില്ലാത്ത രൂപത്തിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതാണ് ഒന്നും കൂടെ ടേസ്റ്റ്. ഇനി ഇതെല്ലാം ഈ വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ ചെയ്യണം. അങ്ങനെ നന്നായിട്ട് അതിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 5 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള അടുത്തൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി 2 കപ്പ് മൈദ, വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. എന്നിട്ട് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് അതിൽ ഇളക്കിയ ശേഷം ഇനി നമുക്ക് ഇതൊരു ബാറ്ററായി മാറ്റാൻ വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ ഇതാ തണുത്ത വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പഴംപൊരി മാവിൻ്റെയൊക്കെ അതിലും ഒന്നും കൂടെ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതുപോലെ അങ്ങനെ ഇപ്പോൾ നമ്മുടെ 5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ചിക്കനൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് മൈദ, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിനിമം ഒരു മിനിറ്റെങ്കിലും ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും ഒരുപോലെ ആകണം. അതുപോലെ നമ്മൾ നേരത്തെ 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഒന്നും കൂടെ ബട്ടർ മിൽക്കിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമുക്കിനി ബ്രോസ്റ്റ് ഫ്രൈ ചെയ്യുന്ന പ്രോസസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലോട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക. ഇനി നമ്മൾ അവിടെ എടുത്തു വെച്ച മൈദ, ഉപ്പ്, മുളക് പൊടി ആ ബാറ്ററിലോട്ട് നന്നായിട്ടൊന്ന് ഇത് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. നല്ലോണം പ്രസ് ചെയ്തിട്ട് ചെയ്യണം, എന്നാലേ അതിൻ്റെ പെർഫെക്റ്റായിട്ട് വരുള്ളൂ. നല്ലോണം പ്രസ് ചെയ്തിട്ട് അതിലങ്ങ് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് ഒന്നായിട്ട് ചെയ്യാതെ ഒരു ട്രിപ്പിനുള്ളത് ചെയ്തിട്ട് അത് പൊരിച്ചെടുക്കുക. എന്നിട്ട് മാത്രം അടുത്തത് മാവിൽ മുക്കുക. ഇല്ലെങ്കിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. റെഡി ആവുന്നത് നേരെ ഫ്രൈ ചെയ്യാനിടുക.
ഇത് ഫ്രൈ ആയി ഒരു പകുതി ആകുമ്പോൾ അടുത്തത് ഡിപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ അത് നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്താൽ നമ്മൾ അടിപൊളി ഹോം മെയ്ഡ് ബ്രോസ്റ്റ് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ഈസിയാണ്. നമ്മൾ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ച് ബ്രോസ്റ്റ് പൊടി ഒന്നും ഉപയോഗിക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രോസ്റ്റ്. പുറമേ നല്ല ക്രിസ്പിയാണ് താനും, ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ്. ഇപ്പോൾ നമ്മൾ അടിപൊളി ബ്രോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.